നമസ്കാരം, കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. പ്രോഗ്രാം കമ്മിറ്റിന് ഞങ്ങൾ മുന്നേ റിപ്പോർട്ട് ചെയ്തതാ. എന്താണ് വേറൊരു ടീമിന് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കൂല. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കേണ്ട എല്ലാ മത്സരാർത്ഥികളും ഞങ്ങള് നല്ല രീതിയിൽ കളിച്ചത് ഒരു തെറ്റും പറ്റിയിട്ടില്ല. പക്ഷെ കളി തെറ്റി വെള്ളി വീണ ടീമിനെങ്ങനെ ഫസ്റ്റ് വരാം. വർഷങ്ങളായിട്ട് ആ ടീമിനാണ് ഫസ്റ്റ്. വർഷങ്ങളായിട്ട് എന്റെ താത്ത മുതൽ പഠിച്ചു പോയി. എന്റെ താത്ത കോളേജ് പഠിക്കാണ്. അന്ന് മുതൽ ആ ചെങ്ങാ ടീം പൈസ കൊടുത്തിട്ട് ഫൈസൽക്കാരനോട് കേട്ടത് നല്ല ടീമാണെന്നുണ്ടെങ്കിൽ അവരുടെ ജില്ലയിൽ നിന്ന് കയറാത്തത്. ജില്ലയിൽ കയറില്ല. അങ്ങനെ ജില്ലയിൽ കയറ്റി കാണിക്കുക. ജില്ലയിൽ അവർ കയറാൻ പറ്റില്ല. കാരണം അത്ര നല്ല ടീമല്ല. കൈ കൊട്ടാനറിയില്ല, പാടാനറിയാത്ത ടീമിനെ ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്നത്. അതാണ് ഈ സബ് ജില്ലയിൽ നടക്കുന്നത്. നടക്കുന്നത് പല സബുകളിൽ നടക്കുന്നുണ്ട്. വിചാരിച്ചില്ല ഇവരൊരു ഒഴിപ്പിട്ട് പരിപാടിയായി കാണിപ്പോയി. ഇപ്പൊ ഇവിടെ കൊണ്ടോട്ട് തന്നെ എന്ത് ചെറ്റിത്തരാണ് അത്തന്നെ പണി നടന്നത്. ഒരു സംശയം ഞങ്ങൾക്ക് അപ്പീൽ കിട്ടണം. അപ്പീൽ കിട്ടലില്ല സാറേ. ഫൈസൽ സാറ് റിസൾട്ട് വരുമ്പോ ഇവിടെ നിന്നാള് അടിച്ചടിച്ച് സ്റ്റേജിന്റെ ബാക്കിൽ പോകും. എന്നിട്ട് അവിടെ നിന്നിട്ട് ഓരോ കോഡ് പറയലാണ്.
കൊടുക്കാറ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ എവിടുത്തെ ന്യായമാണോ? കളിച്ച പിള്ളേർക്ക് കൊടുക്കണോ? കളിച്ച പിള്ളേർക്ക് ഇങ്ങനെ ഹൈസ്കൂൾ ടീം എന്തിനാക്കണേ? ഞങ്ങൾ മലബാർ ഹയർ സെക്കൻഡറി സ്കൂൾ നല്ല പോലെ കളിച്ചിട്ടുണ്ട്. വേറെ ടീമൊക്കെ നല്ല പോലെ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് എന്തുകൊണ്ട് എല്ലാവർക്കും ഞങ്ങൾ അപ്പീല് കിട്ടും. എന്നിട്ട് അതും ഇല്ല. ഞങ്ങൾ ഇത് എന്തിനു വേണ്ടി കളിക്കുന്ന നേരെ ജില്ലയിൽ കൊണ്ടേക്കും. എന്തുകൊണ്ട് ജില്ലയിൽ കയറുന്നില്ല? ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ അതൊക്കെ ചെയ്യാൻ പോവാണ് ഇപ്പൊ. എന്റെ എഫേർട്ട് ഞാനെ പറഞ്ഞ മക്കളെ ഞാൻ ഹൈസ്കൂളിൽ കളിക്കണം പൈസ ഉള്ളിടത്തോളം കിട്ടില്ല. കാരണം പൈസ അമ്മമാര് കള്ളക്കളി കളിക്കണത്. പൈസ കൊടുത്ത ചങ്ങായി പഠിക്കണേ. അങ്ങനെ എന്തിനാണ് ഒപ്പന മത്സരം വെക്കുന്നത്? ആവശ്യമില്ല. ചങ്ങായിനെ തെണ്ടിത്തരം പിടിക്കണത് അന്ന് ഇവിടെ ഹൈസ്കൂളിൽ ജയിച്ച് വേറെ ടീമിന് കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. കാരണം എത്ര വർഷം കഴിഞ്ഞ വർഷം സെക്കൻഡ്, അതിന് മുന്നത്തെ വർഷം സെക്കൻഡ്, അതിന് മുന്നത്തെ വർഷമൊക്കെ സെക്കൻഡ് ടിക്കറ്റ് അപ്പീലൊക്കെ കേച്ചില്ല. 5 വർഷമായിട്ട് ഞങ്ങൾ സ്കൂളിലാണ് 5 വർഷമായിട്ട് ഞങ്ങൾ സ്കൂളിലാണ് സെക്കൻഡ്. എല്ലാ കൊല്ലവും തന്നെയാണ്. എല്ലാ കൊല്ലം ഇപ്രാവശ്യം ഞങ്ങൾ പ്രോഗ്രാം കമ്മിറ്റിനെ മുന്നേ അറിയിച്ചതാണ്. ഒരു കള്ളത്തരം ഉണ്ടാവരുത് ജഡ്ജ്മെന്റിൽ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എല്ലാ കൊല്ലവും തന്നെയാണ്. ഇന്ന് ഞാൻ പറയട്ടെ, ഒപ്പനയിൽ ഏറ്റവും വലുത് പാട്ടാണ്. പാട്ടിൽ 2 വട്ടം വെള്ളി വീണ ടീമിന് എങ്ങനെ ഒന്നാം സ്ഥാനം കിട്ടും? കാരണം ഇവിടെ ഇരുന്ന നിങ്ങൾ ജനങ്ങളോട് ചോദിക്കേ, നിങ്ങൾ ഇവിടെ ഉള്ള ജനങ്ങളോട് ചോദിക്കേ, ഏത് ടീമാണ് നന്നായി കളിച്ചതെന്ന് ചോദിക്കേ. ഞങ്ങൾക്ക് കിട്ടണമെന്ന് ഞങ്ങൾ പറയണില്ല. പക്ഷെ എന്തിനാണ് വെള്ളി വീണ ടീമിന് എങ്ങനെ നമ്മൾ ഫസ്റ്റ് കൊടുക്കുക സാറേ? ഒപ്പനയുടെ നിയമത്തിൽ വെള്ളി വീണ ടീമിന് എന്തിനാണ് ഇങ്ങനെ ഒരു മത്സരം? വെള്ളി വീണ ടീമിന് വേറെ ആർക്കും കൊടുക്കാൻ പ്രശ്നമില്ല. പക്ഷെ വെള്ളി വീണ ടീമിന് ഇയാൾ പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. എല്ലാ വർഷവും ഞങ്ങൾ എല്ലാ വർഷവും 5 വർഷമായിട്ട് ഞങ്ങൾ സെക്കൻഡ് ആണ്. ഒന്നാല് മൈക്കിന്റെ സൗണ്ട് കുറച്ചേക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം മൂപ്പര് ചെയ്യും. ഇതിന്റെ മുന്നേ ഫാത്തിമാദ് സ്കൂളൊക്കെ മടുത്തിട്ട് ഒരു ഒപ്പന കൊണ്ടുവരല് നിർത്തി. കാരണം ഈ കള്ളത്തരാണ്. എങ്ങനെ കളിച്ചാലും നമുക്ക് കിട്ടില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ സെക്കൻഡ് കിട്ടി അപ്പീലിന് പോയി. ഞങ്ങൾ മെയ് പറഞ്ഞ കുട്ടി മാപ്പിളപ്പാട്ട് ഉണ്ടായിരുന്നു. ഓൾ അപ്പീലുണ്ടായിരുന്നു. ഞങ്ങളെ കയറ്റി നിർത്തിയിട്ട് ഓള് ചോദിച്ചു, ഇജില്ലപ്പോ പിന്നെ വന്നത് എനിക്ക് മാപ്പിളപ്പാട്ട് വേണം, അപ്പീൽ വേണം. അവിടെ ഇരുന്ന അടക്കം ഫൈസലിന്റെ സാർ. കാരണം ഒരു പോയിന്റ് വ്യത്യാസം പോലെ അപ്പീലിന് പോലെ ഞങ്ങളെ കേട്ടില്ല. അപ്പീലിന് പോയാലും ഫൈസൽ കന്മനത്തിന്റെ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് മൊത്തം. അപ്പീലിന് പോയാലും ഫൈസൽ കന്മനത്തിന്റെ ആൾക്കാരാണ്. എന്തിനാണ് ഇങ്ങനെ കുട്ടികളുടെ കണ്ണീര് വരുത്തിയിട്ട്? കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഞങ്ങൾ സെക്കൻഡ് ആക്കിയിട്ട് 1ാം സ്ഥാനം നേടി അവർ പോയി. ജില്ലയിൽ 19ാം സ്ഥാനത്താണ് ഒപ്പന വന്നത്.